ATM-ൽ നിന്ന് പ്രതിദിനം പിൻവലിക്കാവുന്ന തുകയുടെ പരിധി കൂട്ടി. ദിവസം 2500 രൂപയും ആഴ്ചയിൽ 24,000 രൂപയും പിൻവലിക്കാം. ബാങ്കിൽ നിന്ന് 4,500 രൂപ വരെ മാറ്റിവാങ്ങാം. പുതിയ 500 രൂപ നോട്ടുകൾ ബാങ്കുകളിൽ എത്തിത്തുടങ്ങി. തുലാമഴയിലുണ്ടായ കുറവ് സംസ്ഥാനത്തെ കടുത്ത വരൾച്ചയിലേക്ക് നയിച്ചേക്കും. ഒക്ടോബർ 1 മുതൽ നവംബർ 9 വരെയുള്ള കണക്കനുസരിച്ച് 59% മഴയുടെ കുറവുണ്ടായി. സംസ്ഥാനത്ത് മലിനീകരണം വർദ്ധിക്കുന്നതായി മലിനീകരണ നിയന്ത്രണ ബോർഡ്. മണ്ഡല മകരവിളക്ക് പൂജയ്ക്കായി ശബരിമല നട നാളെ തുറക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ആർ ഗിരിജ. ഭീകരാക്രമണ ഭീഷണിയെ തുടർന്ന് സന്നിധാനത്ത് കനത്ത സുരക്ഷ. മഹാത്മാഗാന്ധി അഴിമതി നടത്തിയെന്ന ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല. പണം ഉപയോഗിച്ച് 1921 മലബാർ കലാപം സംഘടിപ്പിച്ചെന്നും ശശികല. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെറ്റ് കണ്ടെത്തിയാൽ തന്നെ പരസ്യമായി തൂക്കിലേറ്റാം. ജീവനോടെ കത്തിച്ചാലും അഴിമതി വിരുദ്ധ നടപടികൾ തുടരുമെന്നും പ്രധാനമന്ത്രി. വാട്സാപ്പിലൂടെ അതിർത്തിയിലെ സൈനിക കേന്ദ്രങ്ങളുടെ ചിത്രങ്ങളും സുരക്ഷാ വിവരങ്ങളും കൈമാറിയ 2 പാക് ചാരന്മാർ പിടിയിൽ. കേസിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. അധികാരമേറ്റാൽ 3 മില്യൺ അനധികൃത പ്രവാസികളെ നാടുകടത്തുമെന്ന അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആളുകളുടെ ക്രിമിനൽ പശ്ചാത്തലമനുസരിച്ച് നടപടി സ്വീകരിക്കും. അമേരിക്കയ്ക്കും മെക്സിക്കോയ്ക്കുമിടയിൽ മതിൽ ഉയരുമെന്നും ട്രംപ്. ന്യൂസിലാൻഡിൽ വീണ്ടും ഭൂചലനം. സൗത്ത് ഐലൻഡിലുണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 6.3 തീവ്രത രേഖപ്പെടുത്തി. ക്രൈസ്റ്റ് ചർച്ചിലുണ്ടായ ഭൂചലനത്തിൽ കൊല്ലപ്പെട്ടത് 2 പേർ. തെക്കൻ തീരങ്ങളിൽ സുനാമി ഭീഷണി. തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. സ്ത്രീകളെ ഉപയോഗിച്ച് അന്യരാജ്യങ്ങളിൽ ചാവേറാക്രമണത്തിന് IS തയ്യാറെടുക്കുന്നു. സുരക്ഷാ സൈനികരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ സ്ത്രീ ചാവേറുകളാണ് ഫലപ്രദമെന്ന വിലയിരുത്തലിലാണ് മാറ്റം. യൂറോപ്യൻ രാജ്യങ്ങളിലും ഇസ്ലാമിക് രാജ്യങ്ങളിലും ആക്രമണ പരമ്പര നടത്തുക IS ലക്ഷ്യം. ഇന്ത്യൻ ഗോൾഫ് താരം അദിതി അശോകിന് ചരിത്ര നേട്ടം. ഇന്ത്യൻ ഓപ്പൺ കിരീടം നേടിയ അദിതി ലേഡീസ് യൂറോപ്യൻ ടൂർ നേടുന്ന ആദ്യ ഇന്ത്യൻ ഗോൾഫ് താരം.